അൻസിബ, ശ്രീരേഖ, ശ്രീതു, ജാസ്മിൻ അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. ഇതിൽ എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട ക്യാരക്ടർ നമ്മുടെ ശ്രീരേഖ വെളിപ്പെടുത്തിയ ഗബ്രി ആയിരുന്നു. ഗബ്രി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നൊന്നര ഗബ്രി ആയിരുന്നു ശ്രീരേഖ സ്റ്റേജിൽ അഭിനയിച്ചു കൊണ്ടുവന്നത്. സത്യം പറഞ്ഞാൽ പ്രേക്ഷകർക്ക് ശ്വാസം വിടാൻ പോലും സമയം കൊടുക്കാതെ അടിപൊളി പെർഫോമൻസ് അവർ നടത്തി. 4 പേരാണ്, 2 പേർ ഒരു ഭാഗത്ത് പെർഫോം ചെയ്യുമ്പോൾ ആ സെയിം ടൈമിൽ തന്നെ അടുത്ത ഭാഗത്ത് മറ്റ് 2 പേരും പെർഫോം ചെയ്യുകയാണ്. ഇതായിരുന്നു ആ ടീമിന്റെ ഒരു വലിയ പ്രത്യേകത. അൻസിബയും ശ്രീതുവും കൂടി ജാൻമണിയെയും ജിൻഡോയെയുമാണ് അവതരിപ്പിച്ചത്. അപ്പോൾ തന്നെ ശ്രീരേഖയും ജാസ്മിനും ഗബ്രിയുമായും വേഷമിട്ടു. അതിൽ പ്രേക്ഷക പ്രീതി പിടിച്ചു പറ്റുവാൻ ഏറെ സാധ്യതയുള്ള ഒരു പെർഫോമറായിട്ട് ശ്രീരേഖ മാറി. ഗബ്രിയെ സൂപ്പറായിട്ടായിരുന്നു അഭിനയിച്ച് അവതരിപ്പിച്ചത്. ഒപ്പം ജാസ്മിന്റെ വേഷം തന്നെയാണ് കൈകാര്യം ചെയ്തത്. അതുകൊണ്ട് തന്നെ ജാസ്മിന് അഭിനയിക്കേണ്ടി വന്നില്ല. സ്റ്റേജിൽ ജാസ്മിൻ എന്താണോ അത് തന്നെയായിരുന്നു കാണിച്ചത്. എന്നാൽ തൊട്ടിപ്പുറത്ത് ജാൻമണിയായിട്ടും ജിൻഡോയായിട്ടും ശ്രീതുവും നമ്മുടെ അൻസിബയും കൂടിയാണ് വേഷമിട്ടത്. എനിക്ക് തോന്നുന്നത് അധികം ശബ്ദകോലാഹലമായി മാറി. അവർക്ക് തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആ ജിൻഡോയുടെ പെർഫോമൻസും ഒപ്പം ജാൻമണിയുടെ ബഹളങ്ങളൊക്കെ അങ്ങ് ഒത്തിരി ഓവറാക്കിയതുപോലെ എനിക്ക് തോന്നുന്നു. സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു. പക്ഷേ അത്രയും ശബ്ദകോലാഹലങ്ങളുടെ ആവശ്യമുണ്ടായിരുന്നോ എന്നെനിക്ക് ഒരു സംശയം വന്നിട്ടുണ്ട്. ലൈവിൽ കണ്ടവർക്ക് അത് മനസ്സിലാകും, വൈകിട്ടത്തെ എപ്പിസോഡ് കാണുന്നവർക്കും അത് മനസ്സിലാകും. പക്ഷേ വിധി പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ അൻസിബയുടെയും ശ്രീരേഖയുടെയും ടീമിനായിരുന്നു സമ്മാനം ലഭിച്ചത്. 2 പോയിന്റുമായിട്ട് അവരാണ് മുൻപിലെത്തിയത്. ഈ പെർഫോമൻസുകളിലെല്ലാം ശ്രദ്ധേയമായൊരു വിഷയം, അതായത് സായിയുടെ ഗ്രൂപ്പ് ഒഴിച്ച് ബാക്കിയുള്ള 2 ടീമുകളും ജാൻമണിയെയും ജിൻഡോയെയുമായിരുന്നു ഏറ്റവും അധികം ഹൈലൈറ്റ് ചെയ്തത്. അത് തന്നെയായിരുന്നു പ്രേക്ഷകർക്ക് ആസ്വാദ്യമായി മാറിയ ഘടകവും. എന്തായാലും പോയിന്റുകളായിട്ട് ഈ കോയിനാണ് അവർക്ക് ജഡ്ജസ് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ തന്നെ അൻസിബയും നമ്മുടെ ജാൻമണിയും തമ്മിൽ നല്ലൊരു അടുപ്പമുള്ളത് കൊണ്ട് തന്നെ അൻസിബ ജാൻമണിയുടെ വേഷമിട്ടത് ഭയങ്കരമായിട്ട് ജാൻമണിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു. മറ്റുള്ളവർക്ക് അത്രയും ഇഷ്ടപ്പെടാനുള്ള സാധ്യതയില്ല. അത് ഗംഭീര പെർഫോമൻസ് നടത്തിയത് അർജുൻ തന്നെയായിരുന്നു. എന്നാൽ അവർക്ക് 2ാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. അൻസിബയുടെ ആ ബിസിനസ് ക്ലാസ്സും ഫ്ലൈറ്റ് ടിക്കറ്റും കാര്യങ്ങളൊക്കെ അൻസിബ ഇങ്ങനെ പറയുകയും 2ാമത് പോയിന്റ് കരസ്ഥമാക്കുവാൻ വേണ്ടി അവർ പോയി പാത്രവുമായിട്ട് ബഗ് ചെയ്യുകയാണ്. അവരുടെ മുമ്പിൽ ക്യൂ നിന്നുകൊണ്ട് സംസാരിക്കുകയാണ്. ആ സമയത്തും അൻസിബ ജാൻമണിയുമായിട്ടുള്ള ആ അടുപ്പം വെച്ചുകൊണ്ട് മുതലെടുപ്പ് നടത്തുകയും കോയിൻ കരസ്ഥമാക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മനസ്സറിഞ്ഞ് ജാൻമണി തൻ്റെ കയ്യിലുള്ള 10 പോയിന്റുകൾ എഴുതിയിരിക്കുന്ന ആ കോയിനുകൾ തന്നെ ധാരാളം വാരിയിട്ട് കൊടുത്തു. അതുകൊണ്ട് തന്നെ മറ്റുള്ള 2 ടീമുകൾക്കും, ഒരു ടീമിന് 110ഉം മറ്റൊരു ടീമിന് 114 ലഭിച്ചപ്പോഴേക്കും ഇവർക്ക് 170 മുകളിൽ പോയിന്റോടുകൂടി അവർ 1ാം സ്ഥാനത്തേക്ക് എത്തി. പക്ഷേ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം അർജുൻ്റെയും അപ്സരയുടെയും പെർഫോമൻസ് ആയിരുന്നു കിടിലനായി മാറിയത്. അതായിരുന്നു എല്ലാവരും ആസ്വദിക്കുകയും ചെയ്തത്. പക്ഷേ നിർഭാഗ്യവശാൽ അവർക്ക് 2ാം സ്ഥാനത്ത് മാത്രമേ എത്തുവാൻ കഴിഞ്ഞുള്ളൂ. ജാസ്മിൻ്റെയും അൻസിബയുടെയും ശ്രീരേഖയുടെയും ഒക്കെ ടീമാണ് 1ാം സ്ഥാനം കരസ്ഥമാക്കിയത്.